നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മരണമെത്തുന്ന നേരത്തെ പൊള്ളുന്ന അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് നമുക്ക് പ്രവാസികളുടെ വേദനകൾ കാട്ടിത്തരുന്ന സാമൂഹ്യ പ്രവർത്തകനാണ് അഷ്റഫ് താമരശ്ശേരി. ഇപ്പോഴിതാ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 5 പേരുടെ മൃതദേഹങ്ങളാണ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് നാട്ടിലേക്ക് അയച്ചത് എന്നും എല്ലാവരും ചെറുപ്പക്കാരായിരുന്നുവെന്നും അഷ്റഫ് ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി. ഇന്നലെ മരണപ്പെട്ടതിൽ ഒരു 26-കാരനുണ്ടായിരുന്നു. ചായ കുടിച്ചുകൊണ്ടിരിക്കെ പിറകിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. മരണം നമ്മെ എപ്പോൾ എവിടെ വെച്ച് പിടികൂടും എന്നൊരാൾക്കും പറയാൻ സാധിക്കില്ല. ചെറുപ്പക്കാരുടെ പെട്ടെന്നുള്ള മരണം നമ്മെ വല്ലാതെ നടുക്കത്തിലാക്കും. അപ്രതീക്ഷിതമായി പ്രിയപ്പെട്ടവർ പിരിഞ്ഞു പോകുമ്പോഴുണ്ടാകുന്ന വേദന അനുഭവിച്ചവർക്കേ മനസ്സിലാകൂ എന്നും അദ്ദേഹം എഴുതുകയുണ്ടായി. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഇന്നലെ 5 പ്രവാസി സഹോദരങ്ങളുടെ മൃതദേഹങ്ങളാണ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് നാട്ടിലേക്ക് അയച്ചത്. 5ഉം ചെറുപ്പക്കാരാണ്. ഇന്നലെ മരണപ്പെട്ടതിൽ ഒരു 26-കാരനുണ്ടായിരുന്നു. ചായ കുടിച്ചുകൊണ്ടിരിക്കെ പിറകിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. മരണം നമ്മെ എപ്പോൾ എവിടെ വെച്ച് പിടികൂടും എന്നൊരാൾക്കും പറയാൻ സാധിക്കില്ല. ചെറുപ്പക്കാരുടെ പെട്ടെന്നുള്ള മരണം നമ്മെ വല്ലാതെ നടുക്കത്തിലാക്കും. അപ്രതീക്ഷിതമായി പ്രിയപ്പെട്ടവർ പിരിഞ്ഞു പോകുമ്പോഴുണ്ടാകുന്ന വേദന അനുഭവിച്ചവർക്കേ മനസ്സിലാകൂ. ഇത്തരത്തിൽ അകാലത്തിൽ വിട പറഞ്ഞു പോയ സഹോദരങ്ങളുടെ മൃതദേഹത്തിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അറിയാം ഉറ്റവരുടെ നൊമ്പരങ്ങൾ. ജീവിച്ചിരിക്കെ മക്കൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെയും സഹോദരങ്ങളടക്കമുള്ള ഉറ്റവരുടെ തീരാ സങ്കടങ്ങൾ കണ്ടു നിൽക്കാൻ പോലും പലപ്പോഴും കഴിയാറില്ല. നാളെയുടെ പ്രതീക്ഷകൾക്കായി മാതാപിതാക്കൾ നട്ടുവളർത്തിയ പൊന്നോമന മക്കൾ തങ്ങളുടെ മുന്നിൽ വെള്ളം പുതച്ച് നിശ്ചലരായി കിടക്കുന്ന കാഴ്ച കാണേണ്ടി വരിക എന്നത് തന്നെ ഏറെ ദുഃഖകരമാണ്. സഹിക്കാൻ കഴിയാത്ത സങ്കടമാണ്. നമ്മുടെ ചെറുപ്പക്കാർ ഇത്തരം മരണങ്ങളെ തൊട്ട് ദൈവം തമ്പുരാൻ കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മരണപ്പെട്ടവർക്ക് ദൈവം തമ്പുരാൻ നന്മകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ പ്രിയപ്പെട്ടവർക്ക് ക്ഷമയും സഹനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നാണ് അഷ്റഫ് താമരശ്ശേരി കുറിച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.